നമസ്കാരം. ഏവരെയും ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്നേഹ. ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രണ്ടക്ഷരം. ആ വാക്കുച്ചരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഒരു സാന്ത്വന മഴ പെയ്യും. ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും സുരക്ഷിതമായ അഭയവും മാത്രവുമല്ല, ഏറ്റവും നിസ്വാർത്ഥമായ സ്നേഹവും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് അമ്മയാണ്. അമ്മ എന്നത് ഒരു വ്യക്തിയല്ല, ഒരു പ്രപഞ്ചമാണ്. ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിന്റെ ഉറവിടം, അല്ലേ? நான் கொண்ட காயங்கள் போகுதம்மா, நாடியும் மெல்லிசையாகுதம்மா, பிள்ளை வாசத்தில் ஆசைகள் തോരണം സൂടുതമ്മാ. മക്കളുടെ ചിരിയിൽ സ്വന്തം സന്തോഷം കണ്ടെത്തുകയും മക്കളുടെ കണ്ണീരിൽ സ്വന്തം ഹൃദയം ഉരുകുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ജീവനുള്ള രൂപമാണ് അമ്മ. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധി. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ഒരു കുഞ്ഞ് ഈ ലോകം ആദ്യം കാണുന്നത് അമ്മയുടെ കണ്ണുകളിലൂടെയാണ്, അല്ലേ? ആദ്യമായി കേൾക്കുന്ന സംഗീതമാകട്ടെ അമ്മയുടെ ഹൃദയമിടിപ്പുമാണ്. അപ്പോൾ ആദ്യമായി അനുഭവിക്കുന്ന ചൂടോ അമ്മയുടെ നെഞ്ചിന്റെ ചൂടാണ്. അതുകൊണ്ട് തന്നെ അമ്മയാണ് ജീവിതത്തിന്റെ ആദ്യ പാഠശാലയും ആദ്യ ഗുരുവും. അമ്മയുടെ സ്നേഹത്തിന് അളവില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അളവില്ലാത്തതും മാത്രമല്ല, അതിന് അതിരുകളുമില്ല, വ്യവസ്ഥകളുമില്ല. മക്കൾ എത്ര വലിയവരായാലും എത്ര ഉയരങ്ങളിൽ എത്തിയാലും അമ്മയുടെ കണ്ണിൽ അവർ എന്നും വിരൽ തുമ്പിൽ പിടിച്ചു നടത്തേണ്ട കുഞ്ഞുങ്ങൾ തന്നെയാണ്. സ്വന്തം വിശപ്പ് മറന്ന് മക്കളുടെ വയറു നിറയ്ക്കുന്നവളാണ് അമ്മ. സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച് മക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നവളാണ് അമ്മ. സ്വന്തം കണ്ണുനീർ ഉള്ളിലൊതുക്കി മക്കളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കുന്നവരാരാ? അതും അമ്മ തന്നെ. ലോകം മുഴുവൻ നമ്മളെ കൈവിട്ടാലും ഒരമ്മയുടെ കൈ ഒരിക്കലും മകന്റെ കൈ വിടുകയില്ല. കാരണം അമ്മയുടെ സ്നേഹം ജനനത്തോടെ തുടങ്ങുന്ന ഒന്നല്ല. ഗർഭത്തിൽ ഒരു ജീവൻ തുടിക്കുന്ന നിമിഷം മുതൽ അത് ആരംഭിക്കും. മരണം വരെ അത് അവസാനിക്കുന്നുമില്ല. താമരേ
അമ്മ. ഓമനേ ഉണ്ണീ നിന്നെ ഓർത്തിരിപ്പു ഒരമ്മ. താമരേ നിൻ പൂങ്കവിളിൻ നല്ലിതളഴകിൽ നൂറുമ്മ. അമ്മയുടെ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് സത്യാട്ടോ. ഒരമ്മയുടെ കണ്ണുനീര് ഭൂമിയെ പോലും വിറപ്പിക്കുമെന്നും ഒരു അമ്മയുടെ അനുഗ്രഹം ജീവിതത്തെ ഉയരങ്ങളിൽ എത്തിക്കുമെന്നും നമ്മുടെ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അമ്മയെ സ്നേഹിക്കാൻ ഒരു ദിവസമോ ഒരു പ്രത്യേക ആഘോഷമോ ഒന്നും വേണ്ട. അമ്മയുള്ള ഓരോ ദിവസവും അത് ശരിക്കും പറഞ്ഞ അനുഗ്രഹം തന്നെയാണ്. ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു. അമ്മയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഓരോ നിമിഷവും ഭാഗ്യമാണ്. കാരണം അമ്മയുടെ അഭാവം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അമ്മയുടെ സാന്നിധ്യത്തിന്റെ വില പൂർണ്ണമായി മനസ്സിലാകൂ. സിന്ദൂര പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹക്കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണതൻ മുത്തുപൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാലും അവരെല്ലാം അമ്മയ്ക്കു കുഞ്ഞുങ്ങൾ. ഞാനും ഈ അമ്മയ്ക്കു പൊന്നുണ്ണി, എന്നും പൊന്നുണ്ണി. തങ്ക മനസ്സ് ഈ അമ്മ മനസ്സ്, മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. ജീവിതത്തിൽ നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും എത്ര പ്രശസ്തി നേടിയാലും അമ്മയുടെ മടിയിൽ തല ചായ്ക്കുമ്പോൾ മാത്രമാണ് നമ്മൾ വീണ്ടും ആ കുഞ്ഞു കുട്ടിയാകുന്നത്. ആ മടിയാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ അഭയം. ശരിക്കും പറഞ്ഞാൽ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അമ്മയെ ചേർത്ത് പിടിക്കാം, അമ്മയുടെ കൈകൾ പിടിക്കാം, അമ്മയോട് സ്നേഹം തുറന്നു പറയാം. കാരണം സമയം ഒരിക്കലും ആരെയും കാത്തിരിക്കില്ല. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോമനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. അരികിൽ നീ കൊഞ്ചും നാദമായി, മടിയിൽ നീ തങ്കത്താലമായി, തെളിയുക പ്രിയമൊരു പുലരൊളി പുഞ്ചിരിയാ. നെറുകയിലിളവയിൽ തഴുകിയ താമര മലരു പോലോമനെ, തളരുമൊരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനെ. അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അമ്മയെക്കുറിച്ച് മാത്രമല്ല, അച്ഛനായാലും ആരായാലും. പക്ഷെ അമ്മ എന്നത് ഒരു പ്രത്യേക വികാരം തന്നെയാണ്. അത് പറഞ്ഞാലും മതിയാവില്ല. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയട്ടെ. ദൈവത്തിന് എല്ലായിടത്തും ഒരേ സമയം എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവം അമ്മയെ സൃഷ്ടിച്ചത് എന്ന് പറയാറില്ലേ? അത് ഒരു വാചകം മാത്രമല്ല കേട്ടോ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളിൽ ഒന്നാണ്. അരുമക്കളെ നീയല്ലേ, ആരിരാരോ പാട്ടല്ലേ, കാലമെനിക്കായി കയ്യിൽ തന്ന നിധേ. സ്നേഹമഴക്കൂടല്ലേ, മാറിലിളം ചൂടല്ലേ, കാവലിരിക്കാൻ വന്നേ അമ്മ മിഴിയേ. പാതിരകൾ പലതും വന്നാലും പൂനിലവായി മടിയിൽ നീയില്ലേ. ഏതുലകം പകരം തന്നാലും ഈ ഹൃദയം പിടയും നിന്നെ കാണാതെ. നീ ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ വിളിപ്പേരും ഏറ്റവും പവിത്രമായ വികാരവും അത് അമ്മ തന്നെയാണ്. അപ്പോൾ വിശേഷങ്ങളും പാട്ടുകളും ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇനിയും വിശേഷങ്ങളും പാട്ടുകളുമായി മറ്റൊരു അധ്യായത്തിൽ കേൾക്കും വരെ ഗുഡ് നൈറ്റ്.
മഞ്ഞുകണമായി എൻ്റെ ഹൃദയം നിന്നിലലിയാനൊന്നു പൊഴിയാം നീർപ്പൊയ്കയാം മിഴിയാഴങ്ങളിൽ പരമീനു പോലെ ഞാൻ കിനാവിൻ പീലി കൊണ്ടു തഴുകിയിടുമെന്നും ഒരു സുഖലയമിതു